യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. സുഭാഷിതം. മീകാ പ്രവചനം അവസാന അധ്യായത്തിന്റെ 19 വാക്യം. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. He will again have compassion on us and will subdue our iniquities. You will cast all your sins into the depths of the sea. ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രവാചകനായ മീഖ 7 അധ്യായം ആരംഭിക്കുന്നു. ആത്യന്തികമായ രക്ഷയെക്കുറിച്ചുള്ള പ്രവചനമാണ് 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവാലയത്തിൽ യാഗം അർപ്പിക്കുന്നതിലല്ല ദൈവത്തിന് പ്രസാദമെന്ന് മീഖ പ്രസംഗിച്ചു. നീതി നിവർത്തിക്കുന്ന വിശ്വാസത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും അനുസരണത്തിലുമാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തെ മറന്ന് പാപം ചെയ്ത് പിന്തിരിഞ്ഞ് ജീവിച്ച ജനത്തോട് മഹാദയും ദീർഘക്ഷമയുള്ള ദൈവം വീണ്ടും കരുണ കാണിക്കും എന്നുള്ള വാഗ്ദാനമാണ് നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ വാഗ്ദാനം ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യന് വേണ്ടിയും കൂടെയുള്ള വാഗ്ദാനമാകുന്നു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തിന്റെ പാപങ്ങൾ ഒരിക്കലും ദൈവം പിന്നീട് കണക്കിടുന്നില്ല. അവയെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയുമെന്നാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തരം പാപങ്ങളും അവന്റെ വീണ്ടെടുപ്പിന്റെ വാഗ്ദാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ കരുണയുടെ സമഗ്രമായ സ്വഭാവത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. യെശയ്യാ പ്രവാചകനും ഇതേ ആശയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 38:17 ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിയപ്പെട്ട പാപം വീണ്ടും കർത്തൃത്വം നടത്തുകയില്ല. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ എഴുതി: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 103 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. പൗലോസ് അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപങ്ങളും കൂടെ വഹിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത്. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ അനുഭവിക്കുവാൻ കഴിയും. അവിടുത്തെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആകയാൽ യേശു കർത്താവിൽ വിശ്വസിക്കാം, പാപക്ഷമ പ്രാപിക്കാം. കരുണയുള്ള പിതാവേ, പാപികളായ മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണല്ലോ അവിടുന്ന് ലോകത്തിലേക്ക് വന്നത്. അവിടുത്തെ ക്രൂശ് മരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർക്കണമേ. അങ്ങയോടൊപ്പം നിത്യം വസിക്കുവാനുള്ള കൃപയും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. സത്യം തന്നെ ഭൂവിൽ പിന്തുടർന്നിടാം, വാനിലങ്ങേ സ്തുതിച്ചിടുമാദരവായി. നിത്യസത്യം തന്നെ ഭൂവിൽ പിന്തുടർന്നിടാം, വാനിലങ്ങേ സ്തുതിച്ചിടും ആദരവായി.